ഞാൻ പാട്ട് പാടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലയോ എന്ന്. എനിക്കിപ്പോഴല്ല, പണ്ടും പാട്ട് പാടുന്നതിനും തിരുവാതിര കളിക്കുന്നതിനും ഡാൻസ് കളിക്കുന്നതിനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ കൊച്ചു പരുവത്തിൽ ഞങ്ങൾ അത്ത ഉദിക്കാൻ കാത്തിരിക്കും. കാരണം എന്താ പറയുക, തിരുവാതിര കളിക്കാൻ. അത്ത ഉദിച്ച് കഴിയുമ്പം എല്ലാവരും അയ്യന്നീളെ നടന്ന് പൂവൊക്കെ പറിച്ച് ഞങ്ങൾ ഒത്തിരിയും പെണ്ണുങ്ങൾ കാണും. പെണ്ണുങ്ങളൊക്കെ ഇപ്പം പറയാം, അന്ന് ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ കൂടെ പോയി തലേന്നെ പൂവൊക്കെ പറിച്ചുകൊണ്ട് വെച്ച് അത്തപ്പ് ഇടും. അത്തപ്പ് ഇട്ട് സന്ധ്യയാവുമ്പം തിരുവാതിര കളി, ആർപ്പുവിളി, കണ്ണ് കെട്ടിക്കളി, തുമ്പി തുള്ളൽ, പടക്കം പൊട്ടിയിൽ, ഇതൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം. അത്തം തൊട്ട് ഞങ്ങൾ തിരുവോണം വരെ ഈ 10 ദിവസവും ഞങ്ങൾക്ക് തിരുവാതിര കളിയും ആർപ്പുവിളിയും തുമ്പി തുള്ളലും ഒക്കെയാണ്. ഞങ്ങളുടെ അയലത്തുള്ള ഒരു വീട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അയലത്തുള്ള ആ പെണ്ണുങ്ങളും പെൺപിള്ളാരും ആണുങ്ങളും സഹിതം വരും. അന്ന് ഭയങ്കര ആഘോഷമാണ് ഈ തിരുവോണ ദിവസം വരെ 10 ദിവസം. ഇന്ന് ഒരു വീട്ടിൽ ഒരാൾക്ക് എത്ര ജോഡി ഡ്രസ്സ് ഒരേത്തിന് മേടിക്കുമെന്നറിയാം. അന്നത്തെ ദിവസം ഞങ്ങൾ ആണ്ടിൽ ഒരിക്കൽ ഒരു ഡ്രസ്സ് കിട്ടുന്നതാണ്. അത് കാത്തിങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ എൻ്റെ അച്ഛന് പശു, കാള പൂട്ടാനൊക്കെ പോകുമായിരുന്നു അച്ഛൻ. ഞങ്ങൾ 4 പെൺപിള്ളേരും 4 ചെവിയോട് പോച്ച കാണിക്കാതെ ഞങ്ങൾക്ക് ആഹാരം തരത്തില്ല. അഥവാ ഞങ്ങൾ പറിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആഹാരം അന്ന് ആ ജീവപ്രാണിക്കുള്ള ഞങ്ങൾക്ക് തരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കാലത്തെ പോയി പോച്ചയൊക്കെ പറിച്ച് കൊണ്ടിട്ട് കൊടുത്ത് ഓണക്കോടിയും കാത്തിരിക്കും. അന്നും ഇതുപോലെ ഇഷ്ടമാണ്. ഇന്നും തിരുവാതിര കളിക്കാൻ ആളും പേരും ഉണ്ടെങ്കിൽ ഇപ്പോഴും തിരുവാതിര കളിക്കുന്നതിന് വലിയ സന്തോഷം. പക്ഷെ ഇപ്പോൾ ആർക്കും കളിക്കാൻ വയ്യ. അന്നൊന്നും ഒരു കാര്യമുണ്ട്, TV ഇല്ല. അന്ന് ഏറ്റവും വലിയ ആളുകളുടെ വീട്ടിലൊക്കെ ഉള്ളു TV. ഇന്നത്തെ കൂട്ട് TV പരിപാടികളൊന്നുമില്ല. ആഴ്ചയിൽ ഒരിക്കലും ഒരു സിനിമയുള്ളൂ, ശനിയാഴ്ച ദൂരദർശന്. അതിനൊന്നും ഞങ്ങളുടെ അച്ഛനൊന്നും ഞങ്ങളെ വിടത്തോലും ഇല്ലായിരുന്നു. വല്ലവരാണ്ടിലും ഒന്ന് ചോദിച്ചുകൊണ്ട് പോയാൽ അത് ഇച്ചിരി കാണുമ്പം വന്ന് വിളിച്ചോണ്ടിഞ്ഞ് പോയി എന്ന് പറയുന്ന പോലെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാനും പാട്ട്. ഇപ്പോഴും തിരുവാതിര ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലമൊക്കെ വീട്ടിലൊക്കെ തിരുവാതിര കളിക്കുമായിരുന്നു. ഇപ്പം കൂടി വാടകയ്ക്ക് ആമിക്കുന്നതുകൊണ്ട് ഇവിടെ ഫ്ലാറ്റിലാന്നേ കളിക്കാനൊന്നും സൗകര്യമില്ല, ആളുമില്ല. ഇപ്പം ആളുകൾക്ക് അതിന് ആവശ്യമില്ല, എല്ലാവരും TV മുന്നിലാണ്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് വലിയ ഇഷ്ടമാണ് തിരുവാതിര കളിക്കുന്നതിനും പാട്ട് പാടുന്നതിനും. പാട്ട് പാടാനും എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെയുള്ള വലിയ പാട്ടുകളൊന്നും പാടാനുള്ള അറിവില്ല. കാരണം പഠിപ്പില്ല. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അന്ന് 2 രൂപ ഫീസ് കൊടുക്കാൻ എൻ്റെ അച്ഛന് നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പുസ്തകമൊക്കെ കൊടുത്ത് കാശ് മേടിച്ച്. അന്ന് കയർ വിരിയൊക്കെ ഉള്ള സമയമായിരുന്നു. കയർ വിരിക്കാനും വണ്ടി ഇറക്കാൻ പോയി പിന്നെ കയർ വിരി പഠിച്ച് കുറേ നാൾ അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ പഠിപ്പ് അവിടെ വെച്ച് നിർത്തി. നല്ലതുപോലെ എഴുതാനൊന്നും അറിയത്തില്ല, എന്നാലും വായിക്കാനൊക്കെ അറിയാം. തെറ്റില്ലാതെ വായിക്കുകയൊക്കെ ചെയ്യും. ആ ഒരു യുക്തി വെച്ചാണ് TV കാണുന്നതൊക്കെ ഒരു മനത്തിട്ടം വെച്ചായി പാടുന്നത്. ചിലപ്പോൾ അതിനകത്ത് തെറ്റ് വരും, ശരി വരും. പിന്നെ ആ പാട്ടുകാർ പറയുന്നതുകൊണ്ട്, ശരസാറ് പറയുന്ന പോലെ സംഗതി പോരാ എന്നൊക്കെ പറയുന്നതുകൊണ്ട് സംഗതി പോരാതെയൊക്കെ വരും എന്നേ ഉള്ളൂ. എന്നാലും എന്നെ കൊണ്ടുവെക്കുന്ന രീതിയൊക്കെ പാടും. അന്നത്തെ 2 രൂപ ഇന്ന് 50,000-ൻ്റെ വിലയാണ്. എന്നാൽ അന്ന് 4 പെൺമക്കളാണ്. 2 രൂപ ഫീസ് കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് പുസ്തകം കൊടുത്ത് കാശ് മേടിച്ചത്. 4 പെൺപിള്ളേരായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ കൊടുത്ത കുറച്ച് മൂലമുണ്ടായിരുന്നു, അത് കൊടുത്ത് 3 പേരെ അയച്ചു. പിന്നെ എന്നെ അയക്കാൻ കാശില്ലാത്തപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആളുകളാണ് എന്നെ അയച്ചത്. അത് പ്രയോജനമില്ല. അത് പിന്നെ പോട്ടെ, അതിനെപ്പറ്റിയൊന്നും പറയണ്ട. അങ്ങനെയാണ് എൻ്റെ ജീവിതം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ആക്ഷേപമാണ്. എനിക്കൊരു ആക്ഷേപവും ഇല്ല. കാരണം എൻ്റെ ജീവിത ശൈലി അന്നത്തെ അങ്ങനെ ആയിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളിപ്പം നമുക്ക് നിവർത്തിയില്ലായിരുന്നു ഇങ്ങനെ ജീവിച്ചതെന്നൊന്നും പറയുന്നതിനൊന്നും ഒരു ആശയവും ഇല്ല. ഇപ്പം തന്നെ ഞങ്ങൾ ഈ വലിയ കെട്ടിടത്തിൽ താമസിക്കുന്നതിന് ഞങ്ങളുടെ ആണെന്ന് നമുക്ക് പൊങ്ങച്ചടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എല്ലാം ഈശ്വരൻ ഓരോന്ന് തരും.
ചിലപ്പോൾ തരത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ജീവിതശൈലി. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ഒരു അയ്യോ നിങ്ങളോട് ഇത് പറയുന്നത് നണക്കേടാ എന്നൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ വളർന്നത്. ഞങ്ങൾ അന്നത്തെ കാലത്തൊക്കെ ഒരു വീട്ടിൽ 4-5 പിള്ളേരാണ്. അന്ന് വരുമാനമുണ്ടോ? ഇന്ന് ആകെപ്പാടെ 2 കാണത്തുള്ളൂ. എൻ്റെ ഇരട്ടി വരുമാനവും ഇന്ന് ഇഷ്ടം പോലെ ആഹാരങ്ങളും വസ്ത്രങ്ങളുമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് കഴിച്ച് കഴിയുമ്പോൾ വൈകിട്ട് ചിലപ്പോൾ ചോറ് കാണത്തില്ല. അന്ന് ഗോതമ്പൊടിയും അതും ഇതുമൊക്കെ ചക്കക്കുരു, കാഞ്ഞിരിക്കാക്കുരു ഇതൊക്കെ വറുത്ത് തിന്നൊരു കാലഘട്ടം. അതൊന്നും പറയുന്നതിന് നമുക്കൊരാക്ഷേപമില്ല. നിങ്ങൾ ഈ ഞാൻ പാട്ട് പാടുന്ന ചിലരുടെ കമൻറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ ഇത്രയും കാര്യങ്ങൾ. എനിക്ക് അതിനകത്ത് ഒരു നാണക്കേടും ഇല്ല. പിന്നെ ഈ അറിവില്ലായ്മക്കാരി പാടി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പൊറുക്കുക, ക്ഷമിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നോട് പറയുന്നതിനകത്ത് എനിക്കൊരു വിഷമവും ഇല്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, മറക്കല്ലേ. ബായ്.